ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. രാവിലെ എണീറ്റാൽ എനിക്ക് അത്രത്തോളമൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഒരുപാട് പഠിക്കാണ്ട് കേട്ടോ. അപ്പോൾ കിടക്കുമ്പോഴും കുറേ ലേറ്റായിട്ടൊക്കെയാണ് കിടക്കൽ. അപ്പോൾ അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേഗം സ്കൂളിൽ പോകലാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. സച്ചൂട്ടനെ കാണിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ വീഡിയോയിലും സച്ചുവിനെ കാണിക്കുന്ന ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ സച്ചുവിനെ അങ്ങനെ ഒതുങ്ങിയിരുന്നിട്ട് കിട്ടില്ല. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്താണ്. അപ്പോൾ പല സമയത്തും എനിക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ വീഡിയോ ഇടാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. സച്ചുട്ട ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കണം, അൽഹംദുലില്ലാ. പിന്നെ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ സിറ്റൗട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പോട്ടുന്നൊരു ബാഡ് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളം നല്ല നിറഞ്ഞ് നിന്നിട്ട് ഒരു ചളിയുടെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ കിച്ചണിൽ പോയി. അപ്പം ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ തന്നെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സ് മാറിയാൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഡ്രസ്സിട്ട് മാറ്റിയിട്ട് വീഡിയോ എടുക്കുക. അങ്ങനെയൊക്കെ നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ ശ്രമിക്കാറുള്ളത് കേട്ടോ. അപ്പം അപ്പോൾ ചായക്ക് നമ്മൾ ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സും ഉണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു മാഗി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ടാണ്. ഞാനവിടെ ക്യാമറ സെറ്റ് ചെയ്യുമ്പോളേ ഒരു പണി പറഞ്ഞാൽ കേൾക്കാത്ത മോളാണ് കേട്ടോ എൻ്റെത്. നല്ല മൂടാണെങ്കിൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഓളവിടെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇനി പുറത്തേക്കൊന്ന് ഇറങ്ങാം കേട്ടോ. ഇപ്പം സ്കൂളിൽ രാവിലെ ഒരു 7 മണി മുതൽ നമ്മൾ ഏകദേശം ഒരു 4 മണി വരെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ വർക്ക് ചെയ്യണതുകൊണ്ട് അത്രയും വീഡിയോ ഒന്നും എടുക്കാൻ വീട്ടിലിരിക്കുകയല്ലല്ലോ. അപ്പോൾ വന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ കുറച്ചൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചിലർ ചോദിക്കലുണ്ട്. വെറും 200 രൂപേൻ്റെ ഡ്രസ്സാണ് കേട്ടത്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉത്തർപ്രദേശിൽ കല്യാണം കഴിച്ചൊരു ആളുടെ വീഡിയോ കാണണം കേട്ടോ. അവരുടെ ചാനലിൻ്റെ നെയിം എന്താണ്, കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇവരുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കട്ടോ. അമ്മേനെ വേണ്ടിട്ട് കരയാണ് മോള്. പിന്നെ ഇവിടെ അമ്മായിയമ്മമാര് വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ ബോധ്യമാവുള്ളൂ കേട്ടോ. അപ്പം മുഴുവനായിട്ട് എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ വോയിസും തന്നെ ഓവറായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് സ്ട്രൈക്കോ ക്ലെയിമോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഇവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആണ് അവർ അതിൽക്കൂടെ കാണിക്കുന്നത്. ഒരുപാട് മാനസിക പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു ജീവിത രീതി വെച്ചിട്ട് അവിടെ ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാണ് അവർക്ക്. പിന്നെ അതുകൂടാതെ വീട്ടിലുള്ള എല്ലാ പണികളും ഇവരൊറ്റയ്ക്ക് തന്നെ എടുക്കണം തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള അമ്മായിയമ്മമാർ എന്ന് പറയുന്നത് അവരെന്നെ പറയുന്നത് അമ്മായിയമ്മമാർ ഇവർക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെയൊക്കെ ഇവർക്ക് അവിടുത്തെ രീതികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒപ്പം കൂടുക. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികൾ മരുമക്കൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫ്രീ ആയിട്ട് പട്ടിപ്പണി എടുക്കുക എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അത് ഏകദേശം ഒരു രാത്രി 1 മണി വരെ ഒക്കെയാണ് തോന്നുന്നുണ്ട്. അവരുടെ മോന് ഈ കൊച്ചുകുട്ടിക്ക് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എത്ര നേരത്തെ കിടന്നുറങ്ങും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മണി വരെ ഈ കുട്ടി കരഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം ജോലികൾ അവർക്കുണ്ട്. ഒരുപാട് പാത്രങ്ങൾ കഴുകാനും അവർക്ക് ആ ഫാമിലി മെമ്പേഴ്സിന് മൊത്തത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് പണികൾ കേട്ടോ. ചിലപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂളോ ഒന്നും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. എനിക്ക് ആ വീഡിയോൻ്റെ ഉള്ളിൽ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു അടുക്കും ചിട്ടയോ ഒന്നും ഇല്ലാത്ത ചെറിയ കുടിസുമുറിയിലാണ് അവർ താമസിക്കണമെന്ന് തോന്നിയിട്ടോ. ഒത്തിരി സ്പേസ് ആണെങ്കിലും നമുക്ക് നമ്മളിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു മനസ്സമാധാനമാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ കൂടെ നമ്മൾ മാത്രം ഇങ്ങനെ കിടന്ന് തീർന്ന് പണിയെടുക്കുക, ബാക്കിയുള്ളവരൊക്കെ അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ അതിനോടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ മക്കളെയും കൂട്ടുട്ടോ. കാരണം ചെറിയ കുട്ടികളാവുമ്പോഴേ നമ്മളത് കൊടുത്ത് ശീലിപ്പിക്കണം എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു
എന്താ പലരും പറയുന്നുണ്ട് ഇവരോട് നാട്ടിലേക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിലപ്പോൾ അവിടെ ആയതുകൊണ്ടായിരിക്കും അവരുടെ യൂട്യൂബ് ചാനൽ ക്ലിക്കായത്. അപ്പോൾ അതിൽ കൂടെ അവർക്ക് നല്ലൊരു വരുമാനം ചിലപ്പോൾ കിട്ടിയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ വരുമാനമൊക്കെ ആയിട്ട് നാട്ടിൽ സെറ്റിൽ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അവരുടെ ജീവിത രീതി ചിലപ്പോൾ മെച്ചപ്പെടുത്താനൊക്കെ പറ്റുമായിരിക്കും. ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഞാനൊരിക്കലും ഇങ്ങനെയുള്ളൊരു അമ്മായിമ്മ ആവൂല, എനിക്ക് മരുമക്കളൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും എനിക്കത് ആവാൻ താല്പര്യമില്ല, ഒരുപാട് മാനസിക പ്രയാസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ഇവരുടെ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നതും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ഒരു സമയമായിരിക്കും. ഒരു മരുമകൾ അങ്ങനെയാണ് എന്നുള്ളത് അവിടുത്തെ രീതി ആയതുകൊണ്ട് തന്നെ ആ സ്ത്രീയും ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആവും അനുഭവിച്ച് കടന്നു വന്നിട്ടുണ്ടാകുക. പിന്നെ ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പിടിച്ച് നിൽക്കണം കേട്ടോ. നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യണം, അവരുടെ പിന്നെ നമ്മളോടുള്ള ഇഷ്ടം എങ്ങനെയാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മൾ ഏത് ദുർഘട അവസ്ഥയിലും നമ്മൾ മുന്നോട്ട് പോകില്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാനൊരിക്കലും അനുഭവിച്ചിട്ടില്ലല്ലോ കേട്ടോ. നമ്മുടെ ഉമ്മാക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും അമ്മായിമ്മ എന്ന് പറയുന്ന ആളാണെങ്കിലും ഒരുപാട് പണിയെടുക്കുന്ന വ്യക്തികളാണ്. നമ്മൾ അടങ്ങി നിൽക്കാനാണ് പറയല് കേട്ടോ. അപ്പോൾ ഈ അവസ്ഥയിൽ കടന്നു പോയിട്ടുള്ള കുറേ പേരുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും ഇതൊക്കെ അനുഭവിക്കണവർ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റിൽ ഈ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സംസാരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ വാച്ച് ചെയ്യണ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ വീഡിയോ നിർത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് വന്നാലും എനിക്ക് ചെറിയ രീതിക്കുള്ള സപ്പോർട്ടൊക്കെ, അതായത് ഞാൻ ഇടുന്ന വീഡിയോസിനുള്ള ആ ഒരു റെസ്പോണ്ട് നിങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പാഷനായിട്ടും ഒരു വരുമാന മാർഗമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും ഇതിലേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓരോ സാഹചര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.